പ്രീമച്ചുർ ബേബി ഞാൻ പറയുകയാണെങ്കിൽ -4 month-old ബേബി. അതെ, നമ്മുടെ വീട്ടിലുണ്ട്. 6ാം മാസത്തിൽ ഈ ദുനിയാവ് കാണാൻ വേണ്ടി ഇറങ്ങി വന്ന ഒരു ബേബി. ഇവനല്ല കേട്ടോ. എന്റെ സെക്കൻഡ് സിസ്റ്റർ പ്രഗ്നൻസിയുടെ 6th month അഡ്മിറ്റ് ആവുമ്പോൾ പ്രഷർ നോർമൽ ആവാതെ കുട്ടിയെ ഓപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ 1.5 മാസത്തോളം NICU കെട്ടി ലക്ഷങ്ങൾ പൊട്ടിച്ചതേ അവൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ അവളെ കാണാനാണ് ഇന്നത്തെ യാത്ര. നമ്മളെത്തിയപ്പോഴേക്കും അവർ ഫുഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ഉണ്ടായിട്ട് 1.5 മാസമായിട്ട് അവനെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ കുറച്ച് കുഞ്ഞുടുപ്പം കുറച്ച് ചില്ലറ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നമ്മുടെ മൂത്ത സന്തതികള് നമ്മളിട്ട് പുറകിലല്ലാന്ന് കാണിക്കാനായി ഇതിനെടുത്ത് എക്സ്ട്രാ ഡ്രസ്സുകളൊക്കെ ഓരോന്നിട്ട് എനിക്ക് കാണിച്ചു തരികയാണ്. സത്യം പറയാൻ ഇവരുടെ അതിർപ്പം കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. അല്ലെങ്കിലും ഈ പ്രവാസികളുടെ മക്കൾക്ക് അവരുടെ ഉപ്പമാര് വരുമ്പോൾ വല്ലാത്തൊരു ഓവറാക്കലും കുറച്ച് ധൈര്യമൊക്കെയാണല്ലേ. അവരുടെ ഫാഷൻ ഷോ ഒക്കെ കണ്ട് ഇതേ മുറ്റത്ത് ആധികാരിക ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അളിയന്മാർ രണ്ടും. സത്യം പറയാലോ, സിസ്റ്റേഴ്സ് ഒക്കെ സ്വന്തമായിട്ട് വീടെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആധികാരിക ചർച്ചകൾ നടത്താനും അറിയിപ്പില്ലാതെ ഇങ്ങനെ കയറി ചെല്ലാനും ഫ്രിഡ്ജും ചോറും ഒക്കെ തുറന്ന് കിട്ടുന്നതൊക്കെ എടുത്ത് കഴിക്കാനും ഒരു കംഫർട്ടബിൾ ഹോം നമുക്ക് മാത്രമല്ല നമ്മുടെ വീട്ടുകാർക്കും അത് ആവശ്യമാണ്. കാരണം നമ്മുടെ NIC ലക്ഷറി ബേബിനെ കൈ പിടിച്ചിരിക്കുമ്പോഴാണ് ഇവർ പെരുന്നാൾ പൈസ ചോദിച്ച് വന്നത് കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ട് പെരുന്നാൾ പൈസ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ അതൊക്കെ കൊടുത്ത് നമ്മളിത് സൈലാബേനും മേടിച്ച് അവരോട് യാത്ര പറഞ്ഞിറങ്ങാണ്. അപ്പം എന്നാ ബൈ.